ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇന്നത്തെ ഡേ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതിനുള്ള മെസ്സേജുകൾ, നിങ്ങളുടെ എനർജി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒന്ന് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്യുക. എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? വിസ്ഡം വന്നിട്ടുണ്ട്. ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. ഹെഡേക്ക് ആൻഡ് ലോസ് വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. ഇൻഡ്യൂഷൻ തേർഡ് ഐ ചക്രയ്ക്കാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഉള്ളത്. ഓക്കെ, നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കുറച്ച് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് വിസ്ഡം എന്ന കാർഡാണ്. ആൻഡ് ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. എന്തോ ഒരു കർമ്മഫലം, നിങ്ങൾ ചെയ്തിട്ടുള്ളതിനുള്ളൊരു കർമ്മഫലം ഇന്നത്തെ ഡേ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതിവിടെ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കാം. കർമ്മഫലം എന്ന് പറയുമ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യത്തിനുള്ളൊരു പ്രതിഫലം, മേ ബി അത് നെഗറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം. ഇവിടെ വിസ്ഡം ഫസ്റ്റ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ട്രൂത്ത് അറിയാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ട്രൂത്ത് അറിയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ ഇന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. മേ ബി അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, എന്ത് ബേസ് ചെയ്തിട്ടും ആയിരിക്കാം. അപ്പം എന്താണ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ഡെസ്റ്റിനി അല്ലെങ്കിൽ കർമ്മഫലം എന്നുള്ളത്? ഹാങ്ഡ് മാൻ റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. എന്താ ഈ കർമ്മഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു റീസൺ കാരണം ഭയങ്കരമായിട്ടും ഒരു സ്റ്റക്ക് എനർജിയിൽ അല്ലെങ്കിൽ ബ്ലോക്ക് എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് മാറാനുള്ള സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കതിലൊരു ഉത്തരം നൽകുന്നു എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ ഒരുപാട് നാളായിട്ടൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നു, ഒരുപാട് എമൗണ്ടുകൾ നിങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച ആളുകൾ പോവുകയാണ്, അല്ലെങ്കിൽ പഠിച്ചതുപോലെയുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നില്ല, വെറുതെയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളി ഒന്നിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി മാറ്റി തരികയാണ് യൂണിവേഴ്സ്. ആ ഒരു കർമ്മ നിങ്ങൾക്ക് തീർന്ന് കിട്ടുകയാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു സ്റ്റക്ക് എനർജി മാറിപ്പോവുകയാണ്, ആ ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. ഇനിയിപ്പം വേറൊന്ന് പറയുകയാണെങ്കിൽ, റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഇപ്പം ബ്രേക്കപ്പ് ആക്കിയിട്ട് മൂവ് ഓൺ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടും അവരിങ്ങനെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ആ ഒരു ഓർമ്മ കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ചേഞ്ച് വരികയാണ്. അതിൽ നിന്നും നിങ്ങളെ യൂണിവേഴ്സ് റിമൂവ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഹീൽ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം അതാണ് നിങ്ങൾക്കുള്ള ആ ഒരു ഡെസ്റ്റിനി ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എന്നുള്ളൊരു കാർഡ് വന്നിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ ക്ഷമ വേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ടത് എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതിരിക്കുക.
നിങ്ങൾ ക്ഷമയോടെ വേണം ഓരോ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടും തീരുമാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ജോലിയിൽ കിട്ടുകയാണെങ്കിൽ എടുത്തു ചാടി, അത് നല്ലൊരു ഓഫർ ആണെങ്കിൽ എടുത്തു ചാടി നിങ്ങൾ യെസ് പറയരുത്. അല്ലാതെ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ, മുന്നിലുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ അതിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കരിയർ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലെ ഒരു ഡിസിഷൻ, മേജർ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിസിഷൻ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഒരു ചെറിയ കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് ലൈഫിൽ വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ആലോചിച്ച് മാത്രം ഒരു ഉത്തരം കൊടുക്കുക. അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇവിടെ കിട്ടിയത് ഗ്യാങ് ആണ്. സോ ഇവിടെ ഒരുപാട് പേരുടെ കൂട്ടുകെട്ടുകൾ മേ ബി നിങ്ങളിലേക്ക് വന്നേക്കാം. അപ്പം എന്താ പറയുക, നമ്മൾ ഒരുപാട് അത് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ പോലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വീട്ടിലേക്ക് വരിക, അതിഥികളായിട്ട് വരിക, അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുക, ഒരുപാട് പേരെ കിട്ടുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പേര് വരുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് എന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളവിടെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ, ഒരുപാട് പേരെന്ന് പറയുന്നില്ല, പക്ഷേ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. അവരോട് എൻജോയ് ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു ലിമിറ്റ് വെക്കുക. കാരണം നിങ്ങളുടെ എനർജി അവരെടുത്തേക്കാം. അത് നിങ്ങൾക്ക് ഒരു ഹെഡേക്ക് അല്ലെങ്കിൽ ലോസ് വന്നേക്കാം, നഷ്ടങ്ങൾ വന്നേക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി, ആ ഭാഗ്യം നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ്സിൻ്റെ കാര്യമോ, നിങ്ങളുടെ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വന്ന ആളുടെ അടുത്ത്, അല്ലെങ്കിൽ ഈ വന്ന ഫ്രണ്ട്സുകളുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ നഷ്ടം സംഭവിക്കുകയാണ്. ഒരു കണ്ണീർ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് എന്താ പറയുക, ഒരു നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ വന്ന അത്രയും ഉള്ള ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഹെഡേക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ്, നിങ്ങളുടെ എനർജി തന്നെ ലോസ് ആവുന്നതായിട്ട് സ്വയം ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നില്ലെങ്കിലും സൈലൻ്റ് ആയിട്ടിരിക്കുക, ഒരുപാട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ സക്സസ്സുകൾ. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങളുടെ. പിന്നെ ഇൻഡ്യൂഷനും തേർഡ് ഐ ചക്രയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പം, അത് എന്ത് കാര്യമായിക്കോട്ടെ, ലൈഫിലെ സക്സസ് നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലൈഫിൽ നഷ്ടങ്ങൾ വരും. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ സങ്കടം വരുന്ന ഒരു എനർജി ഉണ്ടാകും, നിങ്ങൾക്ക് അലസത തോന്നും. അപ്പം അത് നെക്സ്റ്റ് ഡേ ആയിരിക്കും നിങ്ങൾ അതിങ്ങനെ ഫീൽ ചെയ്ത് പോവുക. ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് നഷ്ടമാവും. വന്ന വഴിയിലെ ഹാപ്പിനെസ് നിങ്ങൾക്ക് നഷ്ടമായിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ടിരിക്കാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കുള്ളതൊരു പോസിറ്റീവ് എനർജിയാണ്. വിസ്ഡം വന്നതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജിയാണ്, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ ആ ഒരു പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ നല്ല രീതിക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. നിങ്ങളത് കീപ്പ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തേർഡ് ഐ ചക്രയൊന്നും ബ്ലോക്ക് ആവില്ല. സോ ഇന്നത്തെ നിങ്ങളുടെ എനർജി ആൻഡ് ഗൈഡൻസ് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.